നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സങ്കീർണമായ എന്നാൽ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചർച്ച ചെയ്യുന്നത്. ഹിന്ദുമതം എന്ന് പറയുന്നത് കൃത്യമായി എന്താണ്? അതൊരു മതമാണോ? അതൊരു ജീവിത രീതിയാണോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഇതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും തത്വചിന്തയും ഒരുപാട് സംവാദങ്ങളുമൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ രഹസ്യം എന്താണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ മതം വേഴ്സസ് ജീവിത രീതി എന്ന സംവാദം എങ്ങനെയുണ്ടായി എന്ന് നോക്കാം. പിന്നെ ഹിന്ദു എന്ന വാക്ക് എവിടെ നിന്ന് വന്നു, അതിൻ്റെ ഉത്ഭവം എന്താണ്? അതിനുശേഷം നമ്മൾ അകത്തേക്ക് നോക്കും, അതായത് ധർമ്മം എന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ വരുന്നത് അതിൽ അവിശ്വസനീയമായ തത്വചിന്താ വൈവിധ്യമാണ്. അവസാനം ഇതെല്ലാം വെച്ച് ഈ സംവാദത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നും നമ്മൾ പരിശോധിക്കും. ശരി, അപ്പോൾ നമുക്ക് അന്വേഷണം തുടങ്ങാം. ആദ്യം തന്നെ ഈ ഹിന്ദു എന്ന വാക്കിന്റെ ചരിത്രം ഒന്ന് നോക്കാം. ഇവിടെ തന്നെയാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുള്ളത്. ഈ പേര് വന്നത് പുറത്തുനിന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഹിന്ദുമതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥങ്ങളായ വേദങ്ങളിലൊന്നും ഹിന്ദു എന്ന വാക്ക് തന്നെയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ തന്നെ ആരാണ് ഈ പേരിട്ടത്? പേർഷ്യക്കാരും ഗ്രീക്കുകാരും പിന്നീട് അറബികളുമൊക്കെയാണ് ഈ പേര് നൽകിയത്. അതായത് ആ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു പേരല്ല ഇത്. ഈ വാക്കിന്റെ പരിണാമം വളരെ രസകരമാണ്. തുടക്കത്തിൽ സംസ്കൃതത്തിൽ സിന്ധു എന്നത് സിന്ധു നദിയുടെ പേരായിരുന്നു, അത്രയുള്ളൂ. പിന്നീട് BCE 6-ാം നൂറ്റാണ്ടിൽ പേർഷ്യക്കാർ ഈ പ്രദേശത്തെ ഹിന്ദുഷ് എന്ന് വിളിച്ചു, ഒരു സ്ഥലപ്പേരായിട്ട്. മധ്യകാലഘട്ടത്തിൽ ഇവിടത്തെ അമുസ്ലിങ്ങളായ തദ്ദേശീയരെ തിരിച്ചറിയാൻ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങി. ഒടുവിൽ 19-ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാർ ഇതിനെ ഒരു ചിട്ടപ്പെടുത്തിയ മതസംവിധാനമായി നിർവചിക്കാൻ ഹിന്ദു മതം, അതായത് ഹിന്ദുയിസം എന്ന വാക്ക് കൊണ്ടുവരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുയിസം എന്ന വാക്കിലെ ആ ഇസം ഒരു കൊളോണിയൽ കാലത്തെ കണ്ടുപിടുത്തമായിരുന്നു. ഇന്ത്യയിലെ എത്രയോ വിശാലവും സങ്കീർണവുമായ പാരമ്പര്യങ്ങളെ അവർക്ക് പരിചിതമായ ഒരു പാശ്ചാത്യ കാറ്റഗറിയിലേക്ക്, അതായത് ഒരു മതം എന്ന ചട്ടക്കൂടിലേക്ക് ഒതുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ പുറത്തുനിന്നുള്ളവർ നൽകിയ പേരിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ പാരമ്പര്യം പിന്തുടരുന്നവർ സ്വയം ഇതിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കിലേക്ക് ശ്രദ്ധ മാറ്റാം. അതാണല്ലോ കൂടുതൽ പ്രധാനം. അവരുപയോഗിക്കുന്ന പദമാണ് സനാതന ധർമ്മം. ഇതിലെ സനാതനമെന്ന് പറഞ്ഞാൽ എറ്റർണൽ, അതായത് ശാശ്വതമായത്, കാലത്തെ അതിജീവിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ധർമ്മം എന്ന വാക്കിന് നിയമം, കടമ, ജീവിതരീതി എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർത്താൽ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ നിയമം അല്ലെങ്കിൽ കാലാതീതമായ ജീവിതരീതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ധർമ്മം എന്ന വാക്ക് തന്നെ വളരെ ആഴമുള്ളതാണ്. ധൃ എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് അത് വരുന്നത്. അതിൻ്റെ അർത്ഥം താങ്ങുക, നിലനിർത്തുക എന്നൊക്കെയാണ്. അതായത് ഒരു വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെയും, എന്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവനും താങ്ങി നിർത്തുന്ന ഒരു കോസ്മിക് നിയമം, അതാണ് ധർമ്മം. അപ്പോൾ വെസ്റ്റേൺ കൺസെപ്റ്റായ റിലീജിയൻ എന്ന വാക്കിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഇത്. അതിനേക്കാൾ എത്രയോ വലുതാണ് ഈ ആശയം. അപ്പോൾ ഈ ധർമ്മം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നത്? അതിന് പല തലങ്ങളുണ്ട്. ഒന്ന് സാമാന്യധർമ്മം. ഇതെല്ലാവർക്കുമുള്ളതാണ്. അഹിംസ, സത്യം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത് വർണ്ണധർമ്മം. ഇത് നമ്മുടെ സാമൂഹികവും തൊഴിൽപരവുമായ കടമകളാണ്. പിന്നെ വരുന്നു ആശ്രമധർമ്മം. നമ്മൾ ജീവിതത്തിൻ്റെ ഏത് സ്റ്റേജിലാണോ, അതായത് വിദ്യാർത്ഥിയാണോ, കുടുംബസ്ഥനാണോ, അതിനനുസരിച്ചുള്ള കടമകൾ. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വധർമ്മം. ഇത് ഓരോ വ്യക്തിക്കും യൂണീക്കായിട്ടുള്ള അവരവരുടെ സ്വന്തം കടമയാണ്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതവും ആത്മീയതയും എല്ലാം ഇതിലൊന്നിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് കൂടുതൽ ശരിയാകുന്നത്. ഇനി നമുക്ക് ഇതിന്റെ തത്വചിന്താപരമായ വൈവിധ്യത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ലളിതമായ നിർവചനത്തിൽ ഒതുക്കാൻ ഇത്ര പാട് എന്ന്. നോക്കൂ, ഷഡ്ദർശനങ്ങൾ എന്ന് പറഞ്ഞ് 6 പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ സ്കൂളുകളുണ്ട്. ഇവയെല്ലാം വേദങ്ങളെ അംഗീകരിക്കുന്ന ഓർത്തഡോക്സ് സ്കൂളുകളാണ്. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള ഇവരുടെ അഭിപ്രായം കേട്ടാൽ നമ്മൾ ഞെട്ടും. ന്യായം, യോഗ പോലുള്ള ചില സ്കൂളുകൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നു. ഓക്കെ, അത് നമുക്ക് ഊഹിക്കാം. എന്നാൽ സാംഖ്യ, മീമാംസ പോലുള്ള സ്കൂളുകളോ അവ ഒന്നുകിൽ നിരീശ്വരവാദപരമാണ്, അല്ലെങ്കിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്ന നിലപാടാണ്. അതെ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതല്ല. നിങ്ങൾ കേട്ടത് ശരിയാണ്. വേദങ്ങളെ അംഗീകരിക്കുന്ന ഈ ഓർത്തഡോക്സ് സ്കൂളുകളിൽ 2 പറയുന്നു ദൈവം ഉണ്ടോ എന്നതിന് തെളിവില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അപ്രസക്തമാണ് എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു മതത്തിനുള്ളിൽ ഇങ്ങനെയൊരു വാദം എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇവരുടെയൊക്കെ ലോജിക്ക് എന്താണെന്ന് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
സാങ്ഖ്യ സ്കൂള് ചോദിക്കുന്നത് ഇതാണ്: ഒരു മാറ്റവുമില്ലാത്ത ദൈവത്തിന് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? നല്ല ചോദ്യമല്ലേ? പോരാത്തതിന് കർമ്മനിയമമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ദൈവം വന്ന് ശിക്ഷയും രക്ഷയും തരുന്നത്? കർമ്മം തന്നെ അത് ചെയ്തോളുന്നല്ലോ. മീമാംസ സ്കൂള് പറയുന്നത് കുറച്ചുകൂടി കടന്നതാണ്. ദേവന്മാർ എന്നൊക്കെ പറയുന്നത് വെറും പേരുകൾ മാത്രമാണ്, യഥാർത്ഥ ശക്തി വേദത്തിലെ മന്ത്രങ്ങൾക്കും ആചാരങ്ങൾക്കുമാണ് എന്നാണ് അവരുടെ വാദം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കർശനമായ വിശ്വാസങ്ങളെക്കാൾ തത്വചിന്താപരമായ അന്വേഷണങ്ങൾക്കാണ് ഈ പാരമ്പര്യത്തിൽ കൂടുതൽ പ്രാധാന്യം. ഇതിനെ നമുക്ക് കമ്പ്യൂട്ടറിലെ 2 വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പോലെ കാണാം: ധാർമ്മിക പാരമ്പര്യങ്ങളും അബ്രഹാമിക് മതങ്ങളും. ധാർമ്മിക പാരമ്പര്യങ്ങളിൽ സമയം ഒരു ചക്രം പോലെയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അറിവ് എന്ന് പറയുന്നത് നമുക്ക് സ്വയം അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. നമ്മുടെ ലക്ഷ്യമെന്താ? അറിവില്ലായ്മയിൽ നിന്ന് മോചനം നേടുക. എന്നാൽ അബ്രഹാമിക് മതങ്ങളിൽ സമയം ഒരു നേർരേഖയാണ്, ഒരു തുടക്കവും ഒടുക്കവുമുണ്ട്. അറിവ് വരുന്നത് ചരിത്രപരമായ വെളിപാടുകളിലൂടെയാണ്. അവിടുത്തെ ലക്ഷ്യം പാപത്തിൽ നിന്ന് രക്ഷ നേടുക എന്നതാണ്. രണ്ടും 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നതല്ലേ? ശരി, തത്വചിന്തയൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നിയമം എന്തു പറയുന്നു എന്ന് നോക്കാം. ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. അവർ ഹിന്ദുമതത്തെ നിർവചിച്ചതെങ്ങനെയാണെന്നോ? ഒരു ജീവിത രീതി, അതിൽ കൂടുതലൊന്നുമല്ല എന്നോ. അതൊരു ചരിത്രപരമായ വിധിയായിരുന്നു, സ്വാമിനാരായണ ക്ഷേത്ര കേസ്. ആ വിധിയിൽ കോടതി കുറച്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഹിന്ദുമതത്തിന് ഇന്നതാണ് വിശ്വാസപ്രമാണം എന്ന് പറഞ്ഞ് ഒരെണ്ണമില്ല. അത് ഒരുപാട് ആത്മീയ വഴികളെ അംഗീകരിക്കുന്നു. സഹിഷ്ണുതയാണ് അതിൻ്റെ ഒരു പ്രധാന ഭാഗം. അപ്പോൾ ഈ നിയമപരമായ നിർവചനം പോലും അതിൻ്റെ ആ ഒരു ഇൻക്ലൂസീവ് സ്വഭാവത്തെയാണ്, അതായത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആ ഒരു രീതിയെയാണ് എടുത്തു കാണിക്കുന്നത്. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇതെല്ലാം കൂടി ചേർത്തുവെച്ച് നമുക്കൊരു നിഗമനത്തിലേക്കെത്താൻ പറ്റുമോ എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മതമാണോ ജീവിത രീതിയാണോ എന്ന ചോദ്യം തന്നെ ഒരു വെസ്റ്റേൺ കാഴ്ചപ്പാടിൽ നിന്ന് വരുന്നതാണ്. ഇന്ത്യൻ പാരമ്പര്യങ്ങളെ മനസ്സിലാക്കാൻ ആ ഒരു ചട്ടക്കൂട് മതിയാവില്ല. ഒരു പക്ഷേ നമ്മൾ ചോദിക്കുന്ന ചോദ്യം തന്നെ തെറ്റായിരിക്കാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉത്തരം ഇതിനുണ്ടാകണമെന്നില്ല. അപ്പോ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് നോക്കാം. ചരിത്രം നോക്കിയാൽ ഇത് പുറത്തുനിന്ന് വന്ന ഒരു പേരാണ്. ഫിലോസഫി നോക്കിയാലോ പലതരം അന്വേഷണങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. നിയമം ഇതിനെ ഒരു ജീവിത രീതിയായി കാണുന്നു. എന്നാൽ ഇതിനെ പിന്തുടരുന്നവർക്ക് ഇത് പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒരു ശാശ്വത നിയമം, അതായത് ധർമ്മമാണ്. ഓരോ ആംഗിളിൽ നിന്നും ഓരോ ഉത്തരമാണ് കിട്ടുന്നത്. അപ്പോ ഇതിലേതാണ് ശരി? ഒരുപക്ഷെ ഉത്തരം ഇത് അല്ലെങ്കിൽ അത് എന്നല്ല, ഇതും അതും എന്നാണ്. അതായത് ഹിന്ദുമതം എന്നു പറയുന്നത് ഒരു സങ്കീർണമായ മതപരമായ സിസ്റ്റം തന്നെയാണ്. പക്ഷേ അത് പ്രകടമാകുന്നത് ഒരു കംപ്ലീറ്റ് ജീവിതരീതിയായിട്ടാണ്. രണ്ടും ചേർന്ന ഒന്നാണിത്. ഈയൊരു വിശകലനം അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഒരു വൈദിക വാക്യമാണ്: ഏകം സത് വിപ്ര ബഹുധാ വദന്തി. അതിൻ്റെ അർത്ഥം ഇതാണ്: സത്യം ഒന്നേയുള്ളൂ, പക്ഷേ ജ്ഞാനികളായ ആളുകൾ അതിനെ പല പല പേരുകളിൽ വിളിക്കുന്നു. ഈ പാരമ്പര്യത്തിൻ്റെ ആ ഒരു ബഹുസ്വരത, ആ ഒരു വൈവിധ്യത്തെ ഇതിനേക്കാൾ മനോഹരമായി മറ്റെങ്ങനെയാണ് പറയാൻ കഴിയുക? ഇത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നുണ്ടല്ലേ?